വിവാഹം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കുന്നതിനെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? ബൈബിളിന്റെ ഉത്തരമെന്താണെന്ന് നോക്കാം. ആളുകൾ ലൈംഗിക അധാർമികതയിൽ നിന്ന് അകന്നിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ബൈബിൾ പറയുന്നു. 1 തെസ്സലോനിക്കർ 4:3. ബൈബിൾ പറയുന്ന ലൈംഗിക അധാർമികതയിൽ വ്യഭിചാരം, സ്വവർഗരതി, വിവാഹിതരല്ലാത്ത സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ലൈംഗികത എന്നിവയൊക്കെ ഉൾപ്പെടുന്നു. ഇണകൾ വിവാഹിതരാണോ അല്ലയോ എന്ന കാര്യം ദൈവത്തിന് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? ദൈവമാണ് വിവാഹക്രമീകരണം ഏർപ്പെടുത്തിയത്. ആദ്യ മനുഷ്യ ദമ്പതികളെ വിവാഹക്രമീകരണത്തിലൂടെ യോജിപ്പിച്ചത് ദൈവമാണ്. ഉൽപ്പത്തി 2:22-24. വിവാഹമെന്ന ക്രമീകരണത്തിലൂടെ അല്ലാതെ ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ജീവിക്കാൻ ദൈവം ഉദ്ദേശിച്ചിട്ടില്ല. മനുഷ്യർക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് ദൈവത്തിനറിയാം. ഒരു പുരുഷനും സ്ത്രീയും ജീവിതകാലം മുഴുവൻ ഒന്നിച്ചു ജീവിക്കാനാണ് ദൈവം വിവാഹമെന്ന ക്രമീകരണം ഏർപ്പെടുത്തിയത്. അതിലൂടെ കുടുംബാംഗങ്ങൾക്കെല്ലാം പ്രയോജനം ലഭിക്കുന്നു. ഇതു മനസ്സിലാക്കാൻ ലളിതമായൊരു ദൃഷ്ടാന്തം നോക്കാം. ഒരു ഫർണിച്ചറിന്റെ പല ഭാഗങ്ങൾ ശരിയായി കൂട്ടിയോജിപ്പിക്കുന്നതിനു വേണ്ട നിർദ്ദേശങ്ങൾ തരാൻ അത് നിർമ്മിച്ചയാൾക്ക് കഴിയുന്നതുപോലെ വിജയകരമായ കുടുംബബന്ധങ്ങൾ പടുത്തുയർത്തുന്നത് വേണ്ട നിർദ്ദേശങ്ങൾ തരാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന്റെ നിലവാരങ്ങൾ അനുസരിക്കുന്നവർക്ക് അതെപ്പോഴും പ്രയോജനമേ ചെയ്യൂ. യെശയ്യാ 48:17-18. തമ്മിൽ ചേരുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഒരുമിച്ച് താമസിച്ചു നോക്കുന്നത് ശരിയാണോ? വിവാഹത്തിന്റെ പ്രതിബദ്ധതയില്ലാതെ കുറച്ചുനാൾ ഒരുമിച്ച് താമസിച്ചു നോക്കിയാൽ മാത്രമേ വിവാഹം വിജയിക്കുമെന്ന് കരുതരുത്. പരസ്പര പ്രതിബദ്ധതയോടെ പ്രശ്നങ്ങളെ ഒറ്റക്കെട്ടായി നേരിടുമ്പോഴാണ് ഇണകൾ തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നത്. വിവാഹം ഇണകൾ തമ്മിലുള്ള പ്രതിബദ്ധതയെ അരക്കിട്ടുറപ്പിക്കുന്നു. മത്തായി 19:6.